ഹായ് കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെസിപ്പീസൊക്കെ തപ്പി നടന്നപ്പോൾ കിട്ടിയ ഒരു അടിപൊളി റെസിപ്പിയാണിത് കേട്ടോ. സൂപ്പറാണിത്. അപ്പോഴും തന്നെ തയ്യാറാക്കാമെന്ന് വിചാരിച്ച് ഇത് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് റവയും ക്യാരറ്റും ചേർത്താണ്. അടിപൊളിയാണ്. കണ്ടില്ലേ നമുക്ക് കിട്ടിയിരിക്കുന്നത് എത്ര പെർഫെക്റ്റായിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് നോക്ക്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണിത് കഴിക്കാൻ കേട്ടോ. എളുപ്പവുമാണ്. നമ്മളതങ്ങോട്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ എന്താ ഒരു ഭംഗി കണ്ടോ, സൂപ്പറാണ്. അപ്പം ഈ ഒരു റെസിപ്പീസ് നല്ല പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങളിത് കണ്ടിട്ട് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അത്രയും ടേസ്റ്റാണിതിന്. റവയും ക്യാരറ്റും കൂടി ചേർന്ന് ഇങ്ങനെ ഇത്രയും ടേസ്റ്റുള്ള ഒരു കേക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സൂപ്പറാണ് കേട്ടോ. അപ്പം നമുക്കിത് തയ്യാറാക്കാനായിട്ട് റവ വേണം, ക്യാരറ്റ് വേണം, പഞ്ചസാര വേണം, പിന്നെ നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ അതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്ത് വയ്ക്കുക. അതിലോട്ട് നമുക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കാം. റവയും കൊണ്ട് ഇത്രയും നല്ലൊരു കേക്ക് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പം 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കുകയാണ് മിക്സിയുടെ ജാറിലോട്ട്. നമ്മൾ എടുത്തിരിക്കുന്നത് 250 ml അളവിലെ കപ്പാണ്. പിന്നീട് നമുക്ക് അതിലോട്ട് 2 ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 2 മീഡിയം സൈസ് ക്യാരറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലോട്ട് ഒരു 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇനി നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് അളവിൽ പാലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം പാലും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മിക്സിയിലോട്ട് ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പം നമുക്കൊരു 1/4 കപ്പ് അളവും കൂടെ ചേർക്കേണ്ടി വന്നു പാല് കേട്ടോ. അല്പം വെള്ളം കുറഞ്ഞപ്പോൾ നമ്മൾ 1/4 കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് പെർഫെക്റ്റായിട്ട് അത് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിങ്ങനെ അരച്ചെടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തൊന്നും അല്ലല്ലോ ഇട്ടത്, പിന്നെ നമ്മൾ കഷ്ണമായിട്ട് വെട്ടിയല്ലേ ഇട്ടത്. അപ്പോൾ ചിലപ്പം ചെറിയ തട്ടും തരിയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിക്കോണം. പിന്നീട് നമ്മൾ അതിലോട്ടൊരു 1/4 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന വെജിറ്റബിൾ ഓയിലെന്ന് പറഞ്ഞാൽ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. പിന്നെ അത് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് പിടിപ്പിക്കണം. ഈ ഓയിൽ 4 സൈഡിലും ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഈ ബാറ്ററുമായിട്ട് അങ്ങ് യോജിക്കാൻ വേണ്ടി നല്ല പോലെ അങ്ങ് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇപ്പം ആ ഒരു ഓയിൽ തെളിഞ്ഞ് കാണുന്നില്ലേ, ഇപ്പം അത് ബാറ്ററുമായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ടുണ്ട്. നല്ല പോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 1 ടീസ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ നമുക്ക് ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയുമാണ് ചേർത്തത്. പിന്നീട് ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കാരണം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാ ഭാഗത്തും ബാറ്ററിൽ നല്ലതുപോലെ പിടിച്ചാലേ കേക്കിന് പെർഫെക്റ്റായി വരത്തുള്ളൂ. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കേക്ക് ടിന്ന്. ഇത് കേക്ക് ടിന്നല്ല, ഇതൊരു സാധാ പാത്രമാണ് കേട്ടോ. ഇതിലോട്ട് നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഓയിൽ എല്ലായിടവും തേച്ച് പിടിപ്പിച്ച ശേഷം നമുക്ക് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലാത്തവർ കുറച്ച് മൈദപ്പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. മൈദ ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് 4 വശവും തട്ടിക്കൊടുത്ത് എല്ലായിടവും ഒന്ന് സ്പ്രെഡാക്കി എടുക്കണം. അപ്പം നമുക്ക് അടിയിൽ കരിഞ്ഞു പിടിക്കത്തില്ല. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അരച്ച് വെച്ചിരുന്ന ആ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതൊന്ന് തട്ടിക്കൊടുക്കണം. പിന്നീട് നമ്മൾ കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു, അതൊരു ഭംഗിക്ക് വേണ്ടി മുകളിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പിലോട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഞാനിവിടെ ഓവൻ സെറ്റപ്പായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഇഡ്ഡലി പാത്രമാണ്. അതിലൊരു സ്റ്റാൻഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ബാറ്റർ അങ്ങോട്ട് വെച്ച് കൊടുത്തത്. ഇനി അതിനെ നമുക്ക് നന്നായി ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 35 മിനിറ്റ് 40 മിനിറ്റോളം വെച്ചിരുന്നൊന്ന് വേവിക്കണം. ഹൈ ഫ്ലെയിം വയ്ക്കരുത്. അപ്പം നമുക്കൊരു 35 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളത് എടുത്ത് നോക്കുകയാണ്. കേക്ക്
വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷേ ചൂട് കാരണം ഇപ്പം നമുക്കത് ഇളക്കിയെടുക്കാൻ ഒക്കത്തില്ല. കുറച്ച് നേരം കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പം നമ്മൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാനായിട്ട് അടച്ച് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് അത് തട്ടിക്കൊടുക്കാം. ഇപ്പം അത് നല്ല പോലെ വന്നിട്ടുണ്ട് കണ്ടോ. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അടിവശമൊന്നും ഒട്ടും കരിഞ്ഞിട്ടില്ല, നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണിത് കേട്ടോ. കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് വളരെ സൂപ്പറാണ്. എല്ലാവരും തയ്യാറാക്കണേ.